പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് 2025 ഏപ്രിൽ മാസം 9-ാം തീയതി. ഈ ദിവസത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. കാരണം 1965 ഏപ്രിൽ 9-ാം തീയതിയായിരുന്നു എൻ്റെ ജനനം. ഇന്ന് 60 വയസ്സ് ഞാൻ പൂർത്തിയാക്കുകയാണ്. ഈ 60 വയസ്സ് തികയുന്ന ഈ നിമിഷത്തില് ഒന്ന് ഞാൻ എൻ്റെ പിന്നിലേക്കുള്ള ചെറുപ്പം മുതൽ ഈ 2025 ഏപ്രിൽ 9-ാം തീയതി വരെയുള്ള ദിവസത്തെ കുറിച്ച് ഒരു വിശകലനം ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങളുടെ മുമ്പില് കർത്താവായ യേശുവിന്റെ നാമത്തില് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1965 ഏപ്രിൽ 9-ാം തീയതിയായിരുന്നു എൻ്റെ ജനനം. അതിനുശേഷം 1968 ഒരു ജൂലൈ മാസത്തില് എൻ്റെ ഫാദർ മരണത്താല് മാറ്റപ്പെട്ടു പോയി. ഞങ്ങൾ 4 മക്കളായി. 2 പെങ്ങന്മാരും ഒരു അനിയനും. ഞാൻ പെങ്ങന്മാരുടെ എല്ലാം ഇടയിലുള്ള ഒരു കുഞ്ഞായിരുന്നു. 1965 കാലഘട്ടങ്ങളിൽ വളരെയേറെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങളുടെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അമ്മ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ 4 പേരെയും പഠിപ്പിച്ചത്. അതിലെ മൂത്ത പെങ്ങൾ വികലാംഗയായിരുന്നു. അതുകൊണ്ട് കാല് വയ്യാത്തത്, കാലിന് വിലക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് 8-ാം ക്ലാസ് വരെ മാത്രമേ അവൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. 7-ാം ക്ലാസ് വരെ ഞങ്ങൾ പഠിക്കുന്ന ആ വില്ലേജില് സ്കൂളുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പഠിക്കേണ്ടത് വയക്കര സ്കൂളിലായിരുന്നു, പാടിച്ചാൽ സ്കൂളിൽ. പുഴ കടന്നും നടന്നും ഒക്കെ പോകണം. അതുകൊണ്ട് പഠനം അവിടെ നിർത്തി. 2ാമത്തെ പെങ്ങളും അതുപോലെ 7-ാം ക്ലാസ് വരെ പഠിക്കാനായിട്ട് പോയി. സാമ്പത്തികം വളരെ പുറകിലായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവൾക്കും പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. 65 കാലഘട്ടങ്ങളിൽ പട്ടിണിയും രോഗവും ഒക്കെ കാർന്നു തിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ആ കാലഘട്ടങ്ങളെ ഓർക്കുകയാണ്. പിന്നീട് ഞാൻ പഠിച്ചു. അനിയൻ +2 വരെ പഠിച്ചു. അനിയനും പഠിത്തം നിർത്തി. എനിക്ക് ജീവിതത്തിൽ ഒരു ജോലി ലഭിക്കണം. ജോലി ലഭിച്ചതിന് ശേഷം എൻ്റെ കുടുംബത്തിനെ നോക്കണം, അമ്മയെ നോക്കണം, സഹോദരങ്ങളെ നോക്കണം എന്നൊക്കെ മതിയായ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് പഠിച്ചു. ഞാൻ കഷ്ടപ്പാടിന്റെ നടുവില് 1981 ഞങ്ങള് വേറെ വീട് വയ്ക്കുകയും ആ വീട്ടിലേക്ക് അമ്മയും 4 മക്കളും മാറി താമസിക്കുകയും ചെയ്തു. ചില ചില്ലറ അസ്വസ്ഥതകൾ കുടുംബത്തിൽ ഉണ്ടായതുകൊണ്ട് സ്ഥലം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഭാഗിച്ച് ഞങ്ങൾക്ക് തന്നു. 2.25 ഏക്കർ സ്ഥലം തന്നു. അതില് കശ്മാവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതും വൈദികരുടെ ഒക്കെ മധ്യസ്ഥതയിലാണ് ആ സ്ഥലമൊക്കെ ഞങ്ങൾക്ക് ലഭിക്കാനായിട്ടിടയായി. ഞാൻ അന്ന് വന്ന വൈദികനോട് കാക്കഞ്ചാൽ ഇടവകയിലെ ജോർജ് കരിയച്ചാൽ അച്ഛനും കടുമേനി ഇടവകയിലെ പോളച്ചനോടും ഒക്കെ ഞാൻ ഒരു ചോദ്യം, ഒരു നിഷ്കളങ്കനായ ഒരു ബാലന്റെ ചോദ്യം, അച്ഛാ, ഈ കശ്മാവ് കായ്ച്ചില്ല എങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അപ്പോൾ ആ വിശുദ്ധനായ വൈദികൻ എഴുന്നേറ്റ്
കൈ ഉയർത്തി, മക്കളെ, നിങ്ങളെ കർത്താവ് കാത്തുകൊള്ളും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവും വരുവാനായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ആ വൈദികന്റെ അനുഗ്രഹം ഇന്ന് 60 വയസ്സ് തികയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്. വളരെയേറെ കഷ്ടപ്പാടിൽ കൂടി മുന്നോട്ട് ജീവിതം നയിച്ചു. അങ്ങനെ 2002 രാജസ്ഥാനിലേക്ക് കടന്നു വന്നു. അതിൻ്റെ ഇടയിലൊക്കെ കേരളത്തിലും വിദേശത്തുമൊക്കെ കേരളത്തിലെ സ്കൂളുകളില് പാരാ ടീച്ചറായിട്ടും എംപ്ലോയ്മെന്റ് മുഖേനയൊക്കെ ജോലി ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി. ഒരു വർഷക്കാലം വിദേശത്ത് പോകുവാനായിട്ട് ഇടയായി. പക്ഷെ അവിടെ ഒന്നും എനിക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചില്ല. എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയപ്പോൾ, ശമ്പളം കിട്ടിയ സമയത്ത് എൻ്റെ വലിയപ്പച്ചനും വെല്ലുപ്പച്ചയ്ക്കും ഒക്കെ ഷർട്ടും തുണിയൊക്കെ കൊടുക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. അന്ന് അവരുടെ ആ കണ്ണുകളിൽ നിന്ന് വീണ കണ്ണുനീർ കണങ്ങളാണ് എനിക്ക് അനുഗ്രഹം, പിന്നീട് അനുഗ്രഹത്തിനിടയായി. അതുപോലെ 2002 രാജസ്ഥാനിൽ വന്നതിന് ശേഷം ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്ന് 1.5 വർഷക്കാലം പഠിപ്പിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ആ സ്കൂളിൽ നിന്ന് അതിന്റെ മാനേജറുമായിട്ട് ചെറിയ എന്തോ പ്രശ്നത്തിന് അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ രാജസ്ഥാനിലെ ബൂന്തി സെന്റ് തോമസ് സ്കൂൾ തുടങ്ങുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം സംഭവിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഒക്കെ ഉള്ളതുകൊണ്ടായി. ഇന്ന് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. അന്നത്തെ ആ സാഹചര്യങ്ങളിൽ വളരെയേറെ വിഷമിച്ചു. 3 മക്കളെയുമായിട്ട് രാജസ്ഥാനിൽ വന്ന് വളരെയേറെ കഷ്ടപ്പാടുകളിൽ കൂടിയാണ് മുന്നോട്ട് കടന്നുപോയത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ 60 വയസ്സ് തികയുമ്പോൾ, ദൈവം തന്നതല്ലാത്ത എന്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുവാനായിട്ട് ഇന്ന് എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും മുൻപിൽ നിൽക്കുന്നത്. കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ആശ്രയമായിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളും നമ്മുടെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ നമ്മളെ പുച്ഛിച്ചേക്കാം, കളിയാക്കിയേക്കാം. അവനെ ഇവിടെ നിന്ന് പോയി വെറും കൈയോടെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിച്ചേക്കാം, രഹസ്യത്തിൽ പറഞ്ഞേക്കാം. പക്ഷേ നമ്മുടെ ഹൃദയം അറിയുന്നവൻ, മുഖം നോട്ടമില്ലാത്തവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. അവന് നിന്നെ കുറിച്ചൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. അതുകൊണ്ട് നിരാശയിൽ കഴിയുന്ന എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവമാണ് എല്ലാം തന്നത്. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നിനക്കാവശ്യമുള്ളതെല്ലാം നൽകും. അവന് വിധേയപ്പെട്ടിട്ട് അവൻ പറയുന്ന വഴികളിൽ കൂടി നാം ചരിക്കുക. ലാഭേച്ഛ കൂടാതെ നാം മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക. ഒരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെ നാം മറ്റുള്ളവരെ സഹായിക്കുക. അപ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ഈ 2025 60 വയസ്സ് പൂർത്തിയാകുന്ന ഈ നിമിഷത്തില് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടപ്പാടിന്റെ നെല്ലിപ്പലക കണ്ടവനാണ് ഞാൻ. ചെയ്യാത്ത ജോലികളൊന്നുമില്ല. ഇന്ന് ദൈവം കുടുംബമായിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. വേണ്ടതെല്ലാം എന്റെ കർത്താവ് എനിക്ക് തന്നു. രാജസ്ഥാനിൽ വരുമ്പോൾ ഒരു സൈക്കിളായിരുന്നു എന്റെ കൈവശമുണ്ടായത്. ഇന്ന് ബൈക്ക്, ബുള്ളറ്റ്, അതുപോലെ ഏറ്റവും നല്ല വാഹനം
അതൊക്കെ ദൈവം തരുവാനായിട്ടിടയായി. അതിനുപരിയായിട്ട് മക്കള് പഠിച്ച് 3 മക്കളും പഠിച്ച് നല്ല നിലയിലെത്തി. മൂത്ത മകൾ ഒരു ഡോക്ടറായി തീർന്നു, രണ്ടാമത്തെ മകൾ ഒരു ടീച്ചറായി തീർന്നു. അവരെല്ലാം ഇന്ന് വിദേശത്താണ്. മകൻ MA കഴിഞ്ഞ് BEd കഴിഞ്ഞ് ഇന്ന് ഞങ്ങളോടൊപ്പം സ്കൂളിൽ പഠിപ്പിക്കുന്നു. അതിലൊന്നും ഞാൻ അഹങ്കരിക്കുന്നില്ല. യേശുവിനെ അറിഞ്ഞ് ദൈവത്തിനെ അറിഞ്ഞ് നല്ല മക്കളായി ജീവിക്കുന്നതിനാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. നല്ല സ്നേഹമുള്ള മക്കളായിട്ട്, മറ്റുള്ളവർക്ക് മാതൃകയായ മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം അവർക്ക് ഇട നൽകി. അതിനെയോർത്ത് ഞാൻ നന്ദി പറയുകയാണ്. ഇനിയുള്ള ജീവിതം ജീവിക്കുന്നുവെങ്കിൽ അത് ഞാൻ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുന്നത്. അതിനും കാരണമുണ്ട്. 2009 ഗില്ലൻബാരി സിൻഡ്രോം വന്ന് ഡോക്ടേഴ്സ് ഒക്കെ എഴുതിത്തള്ളിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം എനിക്ക് വീണ്ടും ഒരു ജന്മം നൽകിയത്. ഞാൻ ഭയങ്കര അഹങ്കാരിയും എഴുത്തുചാട്ടക്കാരനും വളരെ കോപിഷ്ഠനും ഒക്കെ ആയിരുന്നു. രോഗം വന്ന കിടക്കയിൽ മരണക്കിടക്കയിൽ കിടന്നപ്പോൾ എന്നോട് പറഞ്ഞ ശബ്ദം, നിന്റെ അഹങ്കാരവും കോപവും ഒക്കെ മാറ്റി നിന്നെ ഞാൻ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കും. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു പുതിയ സൃഷ്ടിയായി തീർന്നപ്പോൾ എന്റെ ജീവിതം തന്നെ മാറി വന്നു. ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാം നേടുവാനായിട്ട് എനിക്ക് ദൈവം ഇട നൽകി. അതുപോലെ അനേകരെ സഹായിപ്പാനായിട്ട് പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ കൈ ചെയ്യുന്നത് ഈ കൈ അറിയാനായിട്ട് പാടില്ല. സഹായിച്ചവരൊക്കെ തിരിഞ്ഞു നിന്ന് കുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്റെ ആവശ്യങ്ങളിൽ അനേകർ എന്നെ സഹായിച്ചു. ആ കുടുംബങ്ങളെല്ലാം ഞാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ സഹായിക്കാത്തവർ അനേകങ്ങൾ, ഞാൻ അറിയാത്ത വ്യക്തികൾ എന്നെ സഹായിച്ചു. അതിനായിട്ട് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിനക്ക് മുന്നേ ഞാൻ എന്റെ ദൂതന്മാരെ അയക്കും. നിന്റെ വഴി ശരിയാക്കുവാനായിട്ട് ഒരു വഴികാട്ടിയെ ഞാൻ മുന്നമേ അയക്കും. ഞങ്ങൾ ഈ രാജസ്ഥാനിൽ വന്ന് ഈ നിമിഷം വരെ ദൈവം നടത്തുന്ന കരുതലിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ദൈവം നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് ആകെ ഒരേ സ്ഥലമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ അന്ന് എന്റെ വെല്ലുവിളിച്ചോട് ഗ്രാൻഡ് മദറിനോട് പറഞ്ഞു, ഈ ഒരേക്കർ സ്ഥലം മാത്രമേ ഞങ്ങൾക്ക് തരാനുള്ളൂ എന്ന്. അപ്പോൾ എന്റെ വെല്ലുവിളിച്ച് പറഞ്ഞത്, ഗ്രാൻഡ് മദർ പറഞ്ഞ്, നിങ്ങൾ വലുതാകുമ്പോൾ മക്കളെ ഇനിയും സ്ഥലം വാങ്ങുക. ഇതാ നിങ്ങളുടെ വല്യപ്പൻ 2000 രൂപയും കൊണ്ടാണ് കേരളത്തിലേക്ക് കടന്നു വന്നത്. കേരളത്തില് മണിമലയിൽ നിന്ന് കാസർഗോഡ് ജില്ലയുടെ കൊല്ലാടയിലേക്ക് കടന്നു വന്നു, ആയന്നൂരിലേക്ക് കടന്നു വന്നു. ഇനി നിങ്ങൾ ഉണ്ടാക്കാനോ? ഞാനത് പോസിറ്റീവിലെടുത്തു. ഇന്ന് ദൈവകൃപയാൽ എത്രയൊക്കെ സ്ഥലമുണ്ടെന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം തന്നതാണ്. നമ്മള് ആരെന്ത് പറഞ്ഞാലും അത് പോസിറ്റീവിലെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് ദൈവം, സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതുപോലെ കഥാവ് പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ ഉത്തമ ഉദാഹരണം അത് മാത്രമാണ്. എനിക്കുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ എന്റെ വിഷമിക്കുന്നവർക്കും കൂടപ്പറപ്പുകൾക്കും അതുപോലെ എന്റെ കൂട്ടുകാർക്കും എന്നൊക്കെ ഒരു ചിന്താഗതി വന്നാൽ നീ രക്ഷ പ്രാപിക്കും, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും, സമൂഹം രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുക. ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ഞാൻ 2009 ഗില്ലൻബാരി വന്ന് മരണക്കിടക്കയിൽ കിടന്നപ്പോൾ ദൈവം സ്പർശിച്ച് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി, ഒരു പുതിയ വ്യക്തിയാക്കി. അങ്ങനെ 2006 സ്കൂൾ തുടങ്ങി. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നഴ്സറി, LKG, HKG, ഇന്ന് 10ാം ക്ലാസ് വരെ ബൂന്തി ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ലൊരു സ്കൂളായിട്ട് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നു. എന്റെ ഒത്തിരി കൂട്ടുകാർ ഇവിടെ വന്നിരുന്നു.
ബന്ധുക്കൾ വന്നിരുന്നു, കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് സംഭവിച്ചത് എന്നും ഉദിതനായിട്ട് ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലും യേശുവിന്റെ സ്നേഹത്താലും യേശുവിന്റെ കരുത കൊണ്ട് മാത്രമാണ് എന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂട്ടുകാരെ, നിങ്ങളുടെ കടബാധ്യതകള്, നിങ്ങളുടെ പ്രശ്നങ്ങള്, നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ആഴപ്പെടുന്ന കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ആരോദിനം നിന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരിക എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകള്, സഹനങ്ങള്, കഷ്ടപ്പാടുകള്, മറ്റുള്ളവർ നിങ്ങളെ പുച്ഛിക്കുമ്പോഴുണ്ടാകുന്ന വേദനകളൊക്കെ ദൈവകരങ്ങളില് നമ്മുടെ സർവശക്തനായ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. ആ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ വളർത്തും. നിങ്ങളുടെ മക്കൾക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കുറവും ഉണ്ടാവുകയില്ല, നിങ്ങളുടെ സമൂഹത്തിൽ ഒരു കുറവും ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷപ്രദവും ഏറ്റവും അനുഗ്രഹപ്രദവുമായ ഒരു ജീവിതമായി തീരും. അതുകൊണ്ട് എന്റെ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എന്റെ ബന്ധുക്കളെ, നിങ്ങളോടൊക്കെ പറയുവാനുള്ളത്, ഞാൻ ഈ രാജസ്ഥാനിലേക്ക് വന്നപ്പോൾ എന്റെ വല്യപ്പച്ചൻ തന്ന മുതലോ അമ്മ തന്ന മുതലോ അതുപോലെ പാരമ്പര്യമായി കിട്ടിയ മുതലുകൾ ഒന്നും കൊണ്ടുവന്നില്ല. 3 കുഞ്ഞുങ്ങളെയും ഭാര്യയും ആരോ എടുത്തു വന്ന എന്റെ സഹോദരൻ എടുത്തു തന്ന ടിക്കറ്റുമായിട്ടാണ് ഞാൻ രാജസ്ഥാനിലേക്ക് കടന്നു വന്നത്. വെല്ലുവിളിച്ച് വന്നതുപോലെ 2000 രൂപയുമായിട്ട് വല്യപ്പൻ മലബാറിലേക്ക് കടന്നു വന്നു. ഞാൻ ആരോ എടുത്തു തന്ന ഒരു ടിക്കറ്റുമായിട്ട് രാജസ്ഥാനിലേക്ക് കടന്നു വന്നു. എന്ന് എന്റെ ദൈവം എല്ലാ ആവശ്യങ്ങളും നടത്തി തന്നു. കഴിഞ്ഞ ദിവസം എന്റെ സഹോദരൻ ഇവിടെ വരികയും ഒരു വാഹനം എന്റെ സഹോദരന് കൊടുക്കുവാനൊക്കെ എനിക്കിടയായി. സൈലോ ഇന്നലെയാണ് തിരിച്ച്, ഗുഡ് ഫ്രൈഡേയുടെ ദിവസമാണ് തിരിച്ച് നാട്ടിലെത്തിയത്. അവർ വളരെ സന്തോഷം തോന്നി, വളരെയേറെ സന്തോഷം തോന്നി. നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് എല്ലാവർക്കും ദൈവം സമ്പൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സമ്പൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമ്പോൾ അതില്ലാത്തവർ കൂടി പങ്ക് ഇടുവാനായിട്ട് നല്ലൊരു മനസ്സും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ഈസ്റ്ററും നല്ലൊരു ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ഞാൻ നേരുന്നു. കാരണം ജീവിതത്തിൽ ദുഃഖവെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഈസ്റ്റർ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ സകലങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ നാം ദൈവത്തെ അറിയുകയുള്ളൂ. ആ ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയുമ്പോൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ ശക്തിയോടെ നാം ഏറ്റവും ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.